ഇവിടെ മോല് കണ്ടോ? ഇതാ ഹൈലൈറ്റ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതെന്തൊരു മനുഷ്യനാ ടീച്ചറെ. ഇങ്ങനെയുണ്ട് ആണുങ്ങള്. ഇങ്ങനെയും ആണുങ്ങളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ. ഒരു പ്രേക്ഷകൻ പറയുന്നു, ഈ വിനായകൻ ഇന്നലെ വളരെ മോശമായി പെരുമാറിയത് കണ്ടില്ലേ, അതിനെ കുറിച്ചൊക്കെ പറയുന്നു. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ അദ്ദേഹത്തെ ഒരുപാട് പേര് ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ വഴിയില്ലോ. അവരെ സംബന്ധിച്ച് വളരെ വിഷമിപ്പിക്കുന്ന കാഴ്ചയായി പോയി അത് എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ. എടാ നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ സ്വയം ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഇവരൊക്കെ ചിലപ്പോൾ ക്യാമറ ഫോക്കസിലായിരിക്കുമല്ലോ പലപ്പോഴും ഉണ്ടാവുക. ഞാൻ പറഞ്ഞു കേൾക്ക്. ക്യാമറ 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 ഇപ്പഴാ. എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് ഇതെന്നാ പറ്റിയേ? മാത്രമല്ല കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് വീടിനുള്ളിൽ ഇരിക്കുക, പുറത്തു വന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇവരോടുള്ള സ്നേഹവും ആദരവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. എന്റെ എല്ലാ മാനവും പോയി. ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഒരു ഫ്ലാറ്റിന്റെ ബാൽക്കണിയിൽ വന്ന് അദ്ദേഹം അസഭ്യം പറയുക, അങ്ങനെ ആ രീതിയിലൊക്കെ പെരുമാറിയത് മോശമായി പോയി എന്ന് നമുക്ക് പറയാനുള്ളൂ. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.